പുരോഹിതരെ പോലെ സന്യസ്തരെ പോലെ ഇതൊരു ദൈവവിളിയായിട്ട് കണ്ട് തന്നെയാണ് ഉറപ്പായും. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു, 5 വർഷം സെമിനാരി പോയിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ്, എൻ്റെ പേര് ടോം എന്നാണ്, ടോം ടി സെബാസ്റ്റ്യൻ, ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ അധ്യാപകനാണ്. ഇപ്പോൾ പായിപ്പാട് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. ശരിക്കും ഇതൊരു ദൈവവിളി എന്ന് കണ്ട് തന്നെയാണ് ഈ ഒരു അധ്യാപനം എന്ന ആ ഒരു സമസ്യയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരാളാണ്. അതിനുശേഷം കുട്ടികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അവിടെ എത്രമാത്രം 100% അല്ല 150% നമുക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു വിഷയമാക്കാതെയാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും, എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോടെന്നല്ല, ഈ ഒരു ഗവൺമെൻറ്റിനോട് വളരെയേറെ നീരസം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ, എനിക്ക് 2016 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അതിനുശേഷം ലീവ് വേക്കൻസി ചെയ്തുകൊണ്ടിരിക്കെ 2020 പെർമനൻറ്റ് വേക്കൻസി പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇതിനോടൊക്കെ ലീവ് വേക്കൻസിയുടെ സമയത്താണ് എൻ്റെ കല്യാണവും നടക്കുന്നത്. അത് പ്രതീക്ഷയാണ്, കാരണം അടുത്ത വർഷം ഉറപ്പായിട്ടും എനിക്ക് പെർമനൻറ്റ് കിട്ടും. അങ്ങനെ പെർമനൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എന്താ പറയുക, മഹാമാരി എന്നൊക്കെ പറയും പോലെ ഈ കോവിഡ് വരുന്നത്. കോവിഡ് വരുമ്പോഴും അത് കറക്റ്റ് മാർച്ച് മാസത്തിൽ, ജൂൺ മാസത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടും, മാർച്ച് മാസത്തിൽ കറക്റ്റ് ലോക്ക്ഡൗൺ വരുന്നു. അത് അവരുടെ ഒരു കുൽസിത പ്രവർത്തനമായി ഞാൻ കാണുന്നില്ല. അതെൻ്റെ ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ പഠിക്കേണ്ടി വരും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം ആ ഒരു ഒറ്റ വർഷം ശമ്പളം എന്ന് പറയുന്ന സംഭവം ഇല്ല. പെർമനൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ശമ്പളം ഇല്ല, കാരണം അപ്പോയിൻമെൻ്റ് ഇല്ല. അതൊരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് ഞാൻ ബംഗാളിയുടെ കൂടെ വണ്ടി കഴുകാനായിട്ട് പോയിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലമായിട്ടല്ല, അത് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അച്ഛനോടൊപ്പം വണ്ടി കഴുകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അവനോട് പറയും. പിറ്റേ ദിവസം ഞാൻ പോയി അവനോട് പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കണ്ടുവരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ അവരിതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അതിനുശേഷമാണ് 2021 പെർമനൻറ്റ് കിട്ടി, ഭയങ്കര ഹാപ്പി. അതിനുശേഷം കറക്റ്റ് ഇടുത്തി പോലെ ഭിന്നശേഷി സംവരണം എന്നുള്ള ഒരു വലിയ പ്രശ്നം വരികയാണ്. ആ ഒരു സമയത്ത് ഇപ്പോൾ മോഹൻ സാറൊക്കെ വളരെ കറക്റ്റായിട്ട് ഇടപെട്ടു. അന്ന് ഇത് കർത്തവ്യമൂഢരായിട്ട് നമ്മളിങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്, നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാതിലുകൾ കയറി ഇറങ്ങുകയാണ് നമ്മൾ. ശരിക്കും ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് വരുന്ന ആ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, അവിടുത്തെ മാനേജറച്ഛൻ നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഇന്ന പാർട്ടിയൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കറക്റ്റായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും അത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നല്ല കാര്യം, വെരി ഗുഡ്. പക്ഷേ ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. അന്ന് എല്ലാവരും കേരളത്തിലുടനീളം എല്ലാവരെയും ഒരുമിപ്പിച്ച് നമ്മളൊരു എന്താ പറയുക, ഒരു കൂട്ടായ്മ പോലെയൊക്കെ റെഡിയാക്കി ഇവിടെ കളക്ടറേറ്റ് ഉപരോധിച്ചിട്ടുണ്ട്, പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഒരാളും അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അതിന് ശേഷവും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് വിദ്യാഭ്യാസം, നമുക്ക് ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. അതായത് ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ വന്നു, കോത്താരി കമ്മീഷൻ. അതിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ എന്താ? ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂംസ്. അത്ര ദീർഘവീക്ഷണത്തോടെ ഒരു ദൈവവിളി പോലെ കണ്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരുള്ള നാടാണ് നമ്മുടേത്. ഇപ്പോഴെന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. സുപ്രീം കോടതിയുടെ വിധിയിൽ വ്യക്തമായിട്ട്, ആ ഒരു 7ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് NSSന് കൊടുക്കണം, NSSന് കൊടുത്ത് ഇതുപോലെയുള്ള സൊസൈറ്റികൾക്കോ ഇത് കൊടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോഴത്തേക്കും വിദ്യാഭ്യാസ മന്ത്രി പറയാണ്, സൊസൈറ്റി അല്ലേ, നിങ്ങൾ കോർപ്പറേറ്റ് അല്ലേ എന്ന്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? അതിനുശേഷം ഇപ്പോഴാണെങ്കിലും, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിൽ ഈ MLA മാരുടെയൊക്കെ അടുത്ത് പോയിട്ടുണ്ട്, മന്ത്രിമാരുടെയൊക്കെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, അയ്യോ മോനെ രക്ഷയില്ല, കാരണം കോടതിയിലാണല്ലോ. ഇപ്പോൾ അത് കോടതിയിലല്ലല്ലോ, സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധിയുണ്ട്, 1. 2, അതുപോലെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വേറെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒരു വിധി കിട്ടിയാൽ ആ സമാന രീതിയിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും ശേഷം നമ്മൾ കോടതി പോയിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ കോടതി പോയതാ, 133 പേരടങ്ങുന്ന ഞങ്ങൾ മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ടുണ്ട്. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ കോടതി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് കോടതി പോകുന്നില്ല? കോടതി പോകേണ്ട ആവശ്യമില്ല,
കാരണം റീസെൻ്റായിട്ട് കുറച്ച് അധ്യാപകർ KITCയുടെ നേതൃത്വത്തിൽ കുറച്ച് അധ്യാപകർ പോയിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ഇവർ ക്ലീഷേ പറയുകയാണ്, ഈ എന്താ പറയുക മുരട്ട് തത്ത് ചിന്തയൊക്കെ പറയുകയാണ്. ഇത് അവരുടെ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇത് കോടതിയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ഇതിനുള്ള പരിഹാരം കാണാവുന്നതാണ്. അവരോടും പറയാനുള്ള ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഈ ഗവൺമെൻറ്റിനോട് യാതൊരുവിധ എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. കേരളത്തിലെ ഒരു ശരിക്കും എന്താ പറയുക നാളത്തെ ഭാവിയെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ ഒരു വേദനയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പോ ഒന്നുമില്ല. ഇതൊന്ന് എത്രയും വേഗം ഒന്ന് പരിഹരിച്ച് തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്